الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകൾ സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ക്രിസ്താബ്ദം വർഷത്തിന്റെ കണക്കനുസരിച്ച് ഒരു വർഷവും കൂടി നമ്മളിൽ നിന്ന് അവസാനിക്കുകയാണ്. 2024 ഡിസംബർ മാസത്തിലെ ഒരവസാന സന്ദർഭങ്ങളിലാണ് നമ്മളുള്ളത്. പുതുതലമുറ അല്ലെങ്കിൽ പൊതുസമൂഹമൊക്കെ ഒരു പുതുവർഷ പുലരിക്ക് വേണ്ടി വളരെ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പിന്നിട്ട് പോയ നമ്മുടെ സമയത്തെപ്പറ്റി വിശകലനം നടത്തുകയും ഗുണദോഷങ്ങളൊക്കെ ഒന്നുകൂടി വിലയിരുത്തി പുതിയ മികച്ച കാര്യങ്ങളെ വളർത്തിയെടുക്കുക എന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടർ ജീവിതത്തിലെ വിജയത്തിന് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പറ്റിപ്പോയ കാര്യങ്ങൾ, ചെയ്തു പോയ കാര്യങ്ങൾ, കച്ചവടമാണെങ്കിൽ, കൃഷിയാണെങ്കിൽ, മറ്റെന്ത് ആക്ടിവിറ്റി ആണെങ്കിലും കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒരു കണക്കെടുപ്പ്, ഒരു പരിശോധന, അതിന്റെ പ്ലസും മൈനസും ഒക്കെ വിലയിരുത്തുക എന്നുള്ളത് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന്, പ്രയാണത്തിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളിലെ പോരായ്മകൾ മനസ്സിലാക്കി തിരുത്താനും ധാരാളം നന്മകൾ തുടരാനുമൊക്കെയുള്ള ഒരു വർഷമാക്കി വരുന്ന വർഷത്തെ മാറ്റാനുള്ള തീരുമാനമെടുക്കേണ്ട ഒരു സമയത്താണ് നമ്മളുള്ളത്. അങ്ങനെ എല്ലാ വർഷാവസാനവും ഒരു പ്രത്യേക സമയം നിശ്ചയിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കി കാര്യങ്ങൾ വിലയിരുത്തുക എന്ന രൂപത്തിലല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിന് പ്രത്യേക സമയവും കാലവും ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഏത് സമയത്തും നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താം. അതത് ദിവസം തന്നെ വിലയിരുത്തി ക്ലിയർ ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒരാഴ്ചക്കാലം, മാസക്കാലമൊക്കെ
ഒരു ആത്മവിചാരണയ്ക്ക് വിധേയമാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തി പോകുന്ന ആളുകളുണ്ട്. പുതിയ കാലത്ത് നമുക്കറിയാം, ആഘോഷിക്കാനുള്ള എന്തെങ്കിലും ഒരു അവസരത്തിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്. എല്ലാം ആഘോഷിക്കുക, പരമാവധി അർമാദിക്കുക എന്നുള്ള ഒരു ട്രെൻഡിലാണ് നമ്മുടെ പൊതുസമൂഹം പ്രത്യേകിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ആഘോഷിച്ച് അതിൽ മുഴുകി ഒരുതരം ആലസ്യം അനുഭവിച്ച് ആഘോഷങ്ങളുടെ മറവിൽ ഒരുപാട് തിന്മകളിൽ വീണുപോയി എന്നിട്ട് അതിന്റെ ഒരു ഹാങ് ഓവറിൽ ജീവിതം തള്ളി നീക്കുക എന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ഒരു രീതിയോ ഒരു സംസ്കാരവുമോ അല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നല്ല ജാഗ്രതയോടുകൂടിയും നല്ല നിലപാടോടുകൂടിയും ഒക്കെ മുന്നോട്ട് പോകേണ്ട സമയത്താണ് നമ്മളുള്ളത്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഒരു വർഷം ആരംഭിക്കുന്നത് നമുക്കറിയാം മുഹറം മാസം കൊണ്ടാണ്. ക്രിസ്താബ്ദമായാലും ഇസ്ലാമിക കലണ്ടറൊക്കെ ആയാലും രണ്ട് രീതിയിലായാലും ഓരോ വർഷം പിന്നിടുമ്പോഴും നമ്മുടെ ആയുസ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മരണത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി അടുത്തിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ സ്വയം വിചാരണ നടത്തി നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ്. എന്തിനാണ് ഈ സ്വയം വിചാരണ? എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ ഇടക്കൊന്ന് പരിശോധിക്കുന്നത്? മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അത് ആവശ്യമാണ്. പരലോക വിചാരണയിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അത് ആവശ്യമാണ്. നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് ആവശ്യമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് വളരെ അത്യാവശ്യമാണ് എന്നതാണ്. ഇങ്ങനെ ആത്മവിചാരണക്കും നന്മകളിൽ മുന്നേറുന്നതിനുമൊക്കെ തടസ്സമാകുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മളെ തടസ്സപ്പെടുത്തുമെന്നാണ്. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. സൂറത്തുൽ ഫാത്തിറിലെ 5-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ മൊത്തത്തിൽ വിളിച്ചുകൊണ്ട് പറയാണ്, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് എന്തെങ്കിലും നിലക്കുള്ള വാഗ്ദാനം നൽകിയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ സത്യസന്ധമായി പുലരുക തന്നെ ചെയ്യും. ഈ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞാൽ അത് അവസാനിക്കും. നിങ്ങളുടെ ജീവിതം അതിനിടയിൽ ഒരു മരണമുണ്ട് എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കും. നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ കണക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതങ്ങനെ കണക്കാക്കി തന്നെ നടക്കും. ഈ പ്രപഞ്ചത്തിനും ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒരു ദിവസം അവസാനിക്കും. അല്ലാഹു തആല നാളെ പരലോകത്ത് ചെന്ന് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ, സുഖ സൗകര്യങ്ങൾ, സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങൾ നൽകുമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, ഖുർആൻ തീർത്തത് പറഞ്ഞു. എന്നിട്ട് ഖുർആൻ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. നിങ്ങളെ ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ രണ്ട് വഞ്ചനയിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്നാണ്. ഒന്ന്, ദുനിയാവിന്റെ വഞ്ചനയിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്നാണ്. ദുനിയാവ് നിങ്ങളെ വഞ്ചിപ്പിക്കാതിരിക്കട്ടെ. മറ്റൊന്ന് പറഞ്ഞത്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയൊരു വഞ്ചകനായ ഇബ്ലീസിന്റെ, പിശാചിന്റെ വഞ്ചനയിലും നിങ്ങൾ പെട്ടുപോകാതിരിക്കട്ടെ എന്ന് ഖുർആൻ വളരെ കൃത്യമായി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നന്മയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, പരലോകം ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദുനിയാവ് നമ്മളെ ചിലപ്പോൾ വഞ്ചിക്കും, ചിലപ്പോൾ ഇബ്ലീസ് നമ്മളെ വഞ്ചിക്കുമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ദുനിയാവിലെ ജീവിതത്തിൽ നിന്നാണ് മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോക ജീവിതത്തിലേക്കുള്ള സമ്പാദ്യം ഉണ്ടാക്കേണ്ടത്. ഈ ഐഹിക ലോകത്ത്, ദുനിയാവിലെ ഈ കുറഞ്ഞ ആയുസ് കൊണ്ട് നമുക്ക് എന്ത് കിട്ടണം? പരലോകത്തെ സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയണം. പക്ഷെ ആളുകൾ എന്താ ചെയ്യണത്? ഐഹിക ജീവിതത്തെ തന്നെ ഒരാൾ അയാളുടെ ജീവിതത്തിന്റെ മുഴുവൻ ലക്ഷ്യമാക്കിയാൽ അതവന്റെ എന്തായി മാറും? ശത്രുവും അവന്റെ നാശവുമായിട്ട് മാറും എന്നുള്ളതാണ്. പരലോകത്തിനു വേണ്ടി ദുനിയാവിനെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ദുനിയാവിനെയാണ് എല്ലാം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് അയാളുടെ ശത്രുവായി മാറുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ദുനിയാവ് അയാളുടെ നാശമായി മാറുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന്, രണ്ടാമത്തത് പിശാചാണ്. മനുഷ്യനെ വഴിപിഴപ്പിക്കുക എന്നതാണ് അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് നമുക്കറിയാം. ഈ രണ്ടിന്റെയും വഞ്ചനകളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ആ വഞ്ചനകളിൽ പെട്ടുപോകാതിരിക്കുക? അതിനെന്താണ് നമ്മൾ ശ്രമിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. നമ്മൾ പലപ്പോഴും കേട്ടുപഠിച്ച ഒരു ഹദീസാണത്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, രണ്ട് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങളുണ്ട്. പലപ്പോഴും മനുഷ്യർ അതിനെപ്പറ്റി വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അശ്രദ്ധയിലാണ് എന്നാണ്.
എന്താണ് ആ രണ്ടനുഗ്രഹം? ഒന്ന് അസ്സഹത്തു, ഒന്ന് നമ്മുടെ ആരോഗ്യമാണ്. മറ്റൊന്ന് വൽ ഫറാ, നമ്മുടെ സമയം, ഒഴിവ് സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് എപ്പോഴും നിലക്കുന്ന ഒരു സംഗതിയല്ലല്ലോ. നമ്മുടെ ഒഴിവ് സമയം എന്ന് പറയുന്നത് അത് എപ്പോഴും കിട്ടിക്കൊള്ളുന്ന സമയമല്ല. പക്ഷെ ഈ സമയം, ഈ രണ്ടും എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഒരു ഒഴിവ് കിട്ടുമ്പോൾ, ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാം ആനന്ദിച്ച് അർമാദിച്ച് അടിച്ചു പൊളിച്ചങ്ങനെ ആ തിന്മകളിൽ വ്യഹരിച്ചു പോകുന്ന ആളുകളുണ്ട്. ഒരു ഒഴിവ് കിട്ടിയാൽ ഒന്ന് അർമാദിക്കണം എന്ന നിലക്ക് പോണ ആളുകൾ. അത് നിങ്ങളെ വഞ്ചിക്കുമെന്നാണ്. അത് അല്ലാന്റെ ഒരു നിഅമത്താണ്. നിങ്ങൾക്ക് കുറച്ചേരം ആശ്വാസത്തിൽ ഇരിക്കാൻ പറ്റുക എന്നുള്ളത്, സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ ആളുകൾ അത് അശ്രദ്ധയിൽപ്പെട്ടു പോകുന്നു എന്നാണ്. മറ്റൊന്ന് നമ്മുടെ ആരോഗ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെ ഒരു ഹദീസിന്റെ ആശയം നമുക്കറിയാം. നമ്മുടെ ആയുസ് ഇങ്ങനെ കടന്നു പോവുകയാണ്. നമ്മുടെ യൗവനം എന്ന് യൗവനായിട്ട് നിൽക്കുമോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവപ്രായം പതുക്കെ പതുക്കെ വാർദ്ധക്യത്തിലേക്ക് കടക്കും. വാർദ്ധക്യം കൂടുതൽ അവശതയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് മരുന്ന് ഉപയോഗിച്ചാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മുടെ യൗവനം നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ വാർദ്ധക്യം കൂടുതൽ അവശതകളിലേക്ക് അങ്ങനെ കടന്നു പോകുമെന്നതാണ്. നമ്മുടെ ആരോഗ്യം പലപ്പോഴും രോഗാവസ്ഥകളുമായി അഭിമുഖീകരിക്കേണ്ട സമയമുണ്ടാവും. രോഗം നമ്മളെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടാവും. നല്ല സമ്പന്നതയിലും നല്ല സൗകര്യങ്ങളിലും സുഖത്തിലും ഒക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് എപ്പോഴാണ് ദാരിദ്ര്യം കടന്നു വരിക എന്ന് പറയാൻ കഴിയില്ല. തിരിച്ചുണ്ടാവും. ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളിൽ മാറി സമ്പന്നമായ ഒരു സാഹചര്യമൊക്കെ മനുഷ്യന് വരാം. ഒഴിവ് സമയത്തിൽ നിന്ന് ഒരു ഒഴിവില്ലാത്ത തിരക്കുകളിലേക്ക് മനുഷ്യർ നീങ്ങിപ്പോകും. വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒഴിവാക്കി കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കാന്നൊക്കെ വിചാരിച്ച് പോകുമ്പോഴായിരിക്കും പല ആളുകൾക്കും ഒരു ഒഴിവുണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധമായ കാര്യങ്ങളിൽ നിന്ന്, ആദർശബന്ധിതമായ കാര്യങ്ങളിൽ നിന്ന്, പ്രസ്ഥാനബന്ധിതമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞു മാറിപ്പോകും. അത് ഒരു സ്വസ്ഥത കിട്ടൂല എന്ന നിലക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അധിക ബാധ്യത നമുക്ക് വരും എന്ന നിലക്കൊക്കെ ഒഴിഞ്ഞു പോകും ആളുകൾ. എന്നിട്ട് തന്റെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് ഒരു കൂരക്ക് കീഴിൽ ഒതുങ്ങി അങ്ങനെ ജീവിക്കാനുള്ള ശ്രമം നടത്തും. പക്ഷെ പലപ്പോഴും ആളുകൾ വിചാരിക്കുക ഇങ്ങനൊക്കെ ഒരു ഒഴിവ് കിട്ടിയ സുഖം ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ചിലപ്പോൾ അള്ളാന്റെ പരീക്ഷണങ്ങൾ വരും. അത് ആ ഒഴിവുകളൊക്കെ വലിയ തിരക്കുകളാക്കാൻ അള്ളാഹ്ക്ക് വലിയ പണിയൊന്നുമില്ല. കുടുംബത്തിൽ ഒരു അസുഖം വന്നാൽ മതി, ഒരു പ്രയാസം വന്നാൽ മതി, ഒരു അപകടം വന്നാൽ മതി, ഒരു ആശുപത്രിയിൽ കിടക്കുന്ന സാഹചര്യം വന്നാൽ മതി, നമ്മുടെ എല്ലാ സുഖവും സന്തോഷവും ഒക്കെ മാറി മറിയുമെന്നതാണ്. അങ്ങനെ ഒഴിവുകളെ നമ്മളെ തിരക്കുകളിലേക്ക് വീണുപോകുന്ന സാഹചര്യം വരും. അവസാനം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം തന്നെ മരണത്തിലേക്ക് പോകുന്ന സന്ദർഭം നമുക്ക് വരുമെന്നതാണല്ലോ. ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സമയവും ആരോഗ്യവും ഒക്കെ നമ്മൾ പെട്ടെന്ന് ദീനിന്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് നമ്മൾ പറയുന്നതും നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നതും. ഈ സമയം എന്ന് പറയുന്നത് നമ്മൾക്ക് പിടിച്ചാൽ കിട്ടുന്ന ഒരു സംഗതിയല്ല. പ്രത്യേകിച്ചും അവസാന കാലഘട്ടത്തേക്ക് നീങ്ങുമ്പോഴുള്ള സമയത്തിന്റെ ഒരു സ്വഭാവത്തെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലാ തഖൂമുസ്സാഅതു ഹത്താ യതഖാറബ അസ്സമാൻ. ഈ അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ സമയം ഇങ്ങനെ നീങ്ങി പോകും. ആ ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമായിട്ട് പറഞ്ഞാണ് കാലം ഇങ്ങനെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. ഫതകൂനു സനതു കശ്ശഹരി, ഒരു കൊല്ലൊക്കെ ഒരു മാസം കടന്നുപോയ വേഗത്തിൽ നമുക്ക് തോന്നുന്നത് എന്നാണ് റസൂൽ പറഞ്ഞു. വശഹറു കൽ ജുമാ, ഒരു മാസം എന്ന് പറയുന്നത് ഒരാഴ്ചയുടെ സമയം പോലെ നീങ്ങിപ്പോകും. വതകൂനുൽ ജുമാഅതു കൽ യൗമി, ഒരാഴ്ച എന്നൊക്കെ പറയുന്ന ഒരു ദിവസം പോലെ കടന്നുപോകും. വയകൂനുൽ യൗമു കസ്സാഅ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ നമുക്ക് അനുഭവപ്പെടും. വതകൂനു സാഅതു കൽ ദർമതി ബിന്നാർ, ഒരു ചെറിയൊരു കമ്പ് തീ പിടിച്ചാൽ അത് എളുപ്പത്തിൽ കത്തിത്തീരുന്നത് പോലെ നമ്മുടെ ഒരു മണിക്കൂർ സമയമൊക്കെ തീർന്നു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. നമുക്ക് തന്നെ അറിയാം, ഇന്നലെ കണ്ട പോലെ, ഇന്നലെ കഴിഞ്ഞ പോലെ അല്ലേ? ഒരു വെള്ളിയാഴ്ചക്ക് എത്ര പെട്ടെന്നാണ് വന്നു പോകുന്നത്. ഇന്നലല്ലേ ഇപ്പൊ ഒരു ജുമഅക്ക് കൂടിയത് എന്ന് നമുക്ക് തോന്നുന്നത് പോലെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നല്ല പരലോകത്തേക്കുള്ള ഒരു യാത്രക്കിടയിൽ നമുക്കതങ്ങനെ ഫീൽ ചെയ്യുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ചില ആളുകൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. ഈ സമയം തന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നിടത്ത് കാണാൻ പറ്റും. ചില ആളുകൾക്ക് സമയം കിട്ടിയാൽ അതിലൊരു ബർക്കത്ത് ഉണ്ടാവില്ല. സമയം ഒരുപാടുണ്ടാവും, പക്ഷെ അതൊരു ബർക്കത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് നീങ്ങിപ്പോണ പോലെ തോന്നുന്നതാണ്. ഒരു കാര്യം ചെയ്ത് തീർക്കാൻ കഴിയില്ല, ഒരു ലക്ഷ്യവും പൂർത്തീകരിക്കാൻ കഴിയില്ല, ഒരു സ്വപ്നവും ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ കടന്നു പോകും ആൾക്കാർ. അതെന്തുകൊണ്ടാണ്? ഒരു ബർക്കത്തില്ലാത്തതുകൊണ്ടെന്നാണ്. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ്,
പക്ഷെ ചില ആളുകൾ നോക്കൂ, കുറഞ്ഞ ആയുസ് കൊണ്ട്, കുറഞ്ഞ സമയം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു അല്ലെ. നമ്മുടെ അമാനി മൗലവിന്റെ തഫ്സീറിനെ കുറിച്ച് പറയാറുണ്ട്, ഒരായുസ്സിൽ അദ്ദേഹം എത്ര സമയമാണ് അതിൽ ചെലവഴിച്ചിട്ടുണ്ടാകുക. ആ ആയുസ്സിൽ ചെലവഴിച്ചത് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വെളിച്ചം കിട്ടുന്ന ഒരു വർക്കാണ് അദ്ദേഹം നടത്തിയത്. അതുപോലെ ഒരു ചുരുങ്ങിയ ആയുസ്സുണ്ട്, 10, 20, 30 വർഷം ജീവിച്ചുകൊണ്ട് നൂറുകണക്കിന് പുസ്തകങ്ങൾ എഴുതിയവർ, എത്രയോ നന്മകൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തവർ, എത്രയോ ആളുകൾക്ക് ഹിദായത്തിന് വേണ്ടി, വെളിച്ചം കിട്ടാൻ വേണ്ടി അധ്വാനിക്കുന്നവർ. കുറഞ്ഞ സമയം ഈ മേഖല ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, പക്ഷേ ഒരു ബർക്കത്തുള്ളതുകൊണ്ട് അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നാണ്. അപ്പൊ നമ്മുടെ സമയത്തൊക്കെ നമ്മൾ ക്രമീകരിച്ച് അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിച്ച് അതിനൊക്കെ ഒരു നല്ല ഇഖ്ലാസും ഈമാനോട് കൂടിയുള്ള ഒരു പ്രവർത്തനമൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്താൽ നമ്മുടെ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിലൊക്കെ ഒരു ബർക്കത്തുണ്ടാകും എന്നതാണ്. അതുകൊണ്ട് മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ചോയ്സ് ഉണ്ട് നമുക്ക്. ഒന്ന്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ച് ഈ ദുനിയാവ് അങ്ങനെ നല്ല ഒരു ജീവിതാക്കി മാറ്റാൻ, രക്ഷപ്പെടുക. മറ്റൊന്ന്, പിശാചിന്റെ വഴിയിൽ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ ധിക്കരിച്ച് ഈ ദുനിയാവ് സ്വന്തമാക്കി ഇതിന്റെ അലങ്കാരങ്ങൾക്കൊപ്പം അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചു പോകാം. ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോയ്സാണ്. അതാർക്കും ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. പക്ഷെ ജീവിത വിജയത്തിന് എന്താണ് വഴി എന്നത് ആർക്കും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നമുക്കറിയാം, രാവും പകലൊക്കെ ഇങ്ങനെ മാറി മാറി വരും. രാത്രിയായാൽ നമ്മുടെ ചിന്ത എന്താണ്? ഒന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു, കുറെ കാര്യം ചെയ്തു തീർക്കാണ്ട്, ഒന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു. നേരം വെളുത്ത് ഒന്ന് ജോലി തിരക്കിലേക്ക് പോയി ഒന്ന് അധ്വാനിച്ചൊന്ന് വേർത്ത് കുളിച്ചു വരുമ്പോ നമുക്ക് തോന്നും, ഒന്ന് വൈകുന്നേരമായാൽ മതിയായിരുന്നു, ഒന്ന് വിശ്രമിക്കാൻ, ഒന്ന് രാത്രിയായാൽ മതിയായിരുന്നു എന്ന് മനുഷ്യങ്ങനെ ചിന്തിക്കുമെന്നാണ്. നോക്കൂ, നമ്മുടെ മിനിറ്റിനെ കുറിച്ച്, മണിക്കൂറിനെ കുറിച്ച്, പകലിനെ കുറിച്ച്, രാത്രിയെക്കുറിച്ച്, ഒരു മാസത്തെക്കുറിച്ച്, ഒരു വർഷത്തെക്കുറിച്ചൊക്കെ, സമയത്തെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കാം. നമ്മുടെ കൺട്രോളിൽ ഏതാണുള്ളത്? ഒരു മണിക്കൂർ പോയിട്ട് ഒരു സെക്കൻഡ് പോലും നമ്മുടെ ആരുടെയും കൺട്രോളിലല്ല. എല്ലാം അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സമയം 10 മിനിറ്റ് പോയി, നമുക്ക് തിരിച്ചു പിടിക്കാൻ ഒരു ഓപ്ഷനും നമ്മളെ കയ്യിലില്ല. എല്ലാം അള്ളാഹു സംവിധാനിച്ച സംവിധാനങ്ങളിലൂടെ അങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഖുർആൻ പറഞ്ഞു, രാവും പകലും അങ്ങനെ നിങ്ങൾക്കിടയിൽ അള്ളാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അതിനെ വലിയ ഉൾക്കാഴ്ചയോടുകൂടി മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ വലിയ ഗുണപാഠങ്ങളുണ്ട് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ സമയം, രാവ് പകലൊക്കെ അങ്ങനെ തീർന്നു പോവാണ്. നമുക്ക് ഒരുപാട് ഇബറത്തുകൾ അതിലുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു തരാൻ. കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ, മാസങ്ങളിൽ എത്ര പേരാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. നമ്മുടെ ഉറ്റവർ, പ്രിയപ്പെട്ടവരൊക്കെ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ എന്തുകൊണ്ടായിരിക്കും ബാക്കി വെച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക. നമ്മുടെ ആയുസ് എന്തിനാണ് അള്ളാഹ് ബാക്കി വെച്ചിട്ടുണ്ടാവുക? എന്തെങ്കിലും ചെയ്തു തീർക്കാനാണോ? എന്തെങ്കിലും തെറ്റുകൾ പരിഹരിക്കാനാണോ? എന്തെങ്കിലും വേവലാതികൾ പരിഹരിച്ച് തീർക്കാനാണോ? എന്തെങ്കിലും കൂടുതൽ നന്മകൾ ചെയ്യാനാണോ? എന്തെങ്കിലും തെറ്റുകളെ, കുറ്റങ്ങളെ ഒക്കെ തൗബ ചെയ്ത് മടങ്ങി അത് പരിഹരിച്ച് പോകാനാണോ? ഒരു സമയം അള്ളാഹ് എന്തിനാണ് നമുക്ക് നീട്ടിവെച്ചിട്ടുണ്ടാവുക? നമ്മൾ ഓരോരുത്തരും നമ്മുടെ നഫ്സിനോട് ചോദിച്ചുത്തരം കണ്ടെത്തേണ്ട കാര്യമാണത്. എത്രയോ പേർ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ ജീവിതത്തിൽ സന്തോഷിക്കുന്നു അല്ലെ? പലരും ദുരിതത്തിലായി പോകുന്നു. ചില ആളുകൾ ദുരിതത്തിലാവുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്നവർ അല്ലെ, അത് കണ്ട് സങ്കടപ്പെടുന്നവർ. മനുഷ്യർ പല കോലത്തിലാണ്. എത്രയോ കുട്ടികൾ ദുരിതങ്ങളിലും ദുരന്തങ്ങളിലും അനാഥരായി പോയി. എത്രയോ സ്ത്രീകൾ വിധവകളായി പോയി. എത്രയോ രോഗികളായി പോയ ആളുകൾ, എത്രയോ ആളുകൾ അപകടത്തിൽപ്പെട്ടു പോയവർ, എത്രയോ ആളുകൾക്ക് സുഖപ്പെട്ടവർ, എത്രയോ ആരോഗ്യവാന്മാരായ ആളുകൾ മണ്ണിനടിയിൽ മറമാടപ്പെട്ട അവസ്ഥയിലേക്ക് പോയ സന്ദർഭങ്ങൾ ഉണ്ടായി. നമ്മൾ ആലോചിച്ചു നോക്കുക. പലതുമോർത്ത് സന്തോഷിക്കുന്ന സന്ദർഭങ്ങൾ, പലതുമോർത്ത് സങ്കടപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും, നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാവും. പക്ഷെ നമ്മുടെ ഈ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യമൊക്കെ മറന്ന് അങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ ഇടപഴകി ജീവിച്ചാൽ മാത്രം മതിയോ എന്നുള്ളതാണ്. നാളെ പരലോകത്തേക്ക് എന്ത് ബാക്കി വെച്ചു എന്ന് നമ്മൾ ആലോചിക്കുക, ഒരു വിചാരണ നടത്തുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനുഹാ ഖബ്ല അൻ തുസനു. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ വിചാരണയ്ക്ക് മുമ്പ് നിങ്ങളെ ഒന്ന് വിചാരണ നടത്തുക. നിങ്ങളുടെ അമലുകൾ യഥാർത്ഥത്തിൽ തൂക്കി കണക്കാക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് തൂക്കി കണക്കാക്കി നോക്കുക എന്ന്
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നമ്മള് യഥാർത്ഥ ഒരു വിചാരണ വരാണ്ട് പരലോകത്ത്, യഥാർത്ഥ ഒരു തുലാസിൽ നമ്മുടെ അമലുകളൊക്കെ തൂക്കുന്ന ഒരു ദിവസം വരാണ്ട്. അതിന്റെ മുന്നേ നമ്മളൊന്ന് തൂക്കി നോക്കുക, എത്രമാത്രം നന്മകൾ ചെയ്യാൻ പറ്റി, എത്രമാത്രം തിന്മകളിൽ വീണുപോയി, എന്താണ് ഇനി ഒരു പരിഹാരമെന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. പരിശുദ്ധ ഖുർആൻ അത് നമ്മോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് സമ്പാദിച്ചു വെച്ചത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ രഹസ്യത്തിലും പരസ്യത്തിലും ഒക്കെ ആയാലും നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ സൂക്ഷ്മമായി അറിയുന്നവരാണ് അല്ലാഹു. നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹിനെ ബോധിപ്പിക്കേണ്ടി വരും. അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയാലോ എന്നുള്ളതാണ്. നമ്മൾ ആളുകൾക്ക് മുമ്പിൽ വളരെ നല്ല ഒരു വലിയ സംഭവമാക്കിയൊക്കെ വെക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അള്ളാഹ് വിലയിരുത്തുന്നുണ്ട് എന്നാണ്. അതിസൂക്ഷ്മമായി അല്ലാഹു തആല നമ്മുടെ അമലുകളെ, പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മളോട് പറയാണ്. അപ്പോ ദുനിയാവ് പലപ്പോഴും നമ്മളെ മറപ്പിച്ചു കളയും. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന്, സ്മരണകളിൽ നിന്ന്, ഇബാദത്തുകളിൽ നിന്നൊക്കെ നമ്മളെങ്ങനെ മറപ്പിച്ചു കളയും. ഖുർആൻ പറഞ്ഞു, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, നിങ്ങൾ ഒരിക്കലും അള്ളാഹിനെ മറക്കുന്നവരായി മാറല്ലേ. അള്ളാഹ് ഉണ്ടോ, അള്ളാഹ് ഇല്ലേ, അള്ളാഹ് ഉണ്ടെങ്കിൽ എന്താ, ദൈവം ഉണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് ഈ പുതിയ കാലത്ത്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാത്ത മനുഷ്യരുണ്ടാവോ? എത്ര സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹ് പറയാണ്, അള്ളാഹുവിനെ മറക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആയി മാറല്ലേ എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്താ ഉണ്ടാകുക? ഫൻസാഹും അൻഫുസഹും, നിങ്ങളെ തന്നെ അള്ളാഹ് മറപ്പിക്കുന്നതാണ്. പിന്നെ അങ്ങനെ ഒരു അള്ളാഹുള്ള ഒരു ലിങ്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ കിട്ടിക്കൊള്ളുന്നില്ല എന്നതാണ്. ഈ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അടുത്തുനിന്നുള്ള ഒരു വലിയ തൗഫീഖാണ്. അത് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, നമ്മളെ തന്നെയാണ് മറന്നുപോകും. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് നിർമാർഗത്തിന്റെ വഴിയിൽ പെട്ടുപോയവർ, ദുർമാർഗികളായ ആളുകളായി അവർ മാറിപ്പോകുമെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ആയത്ത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹ് പറയാണ്, ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. ഒരിക്കലും നരകാവകാശികളും സ്വർഗാവകാശികളും ഒരിക്കലും സമമാവുകയില്ല, തുല്യമാവുകയില്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, ആരാണ് സ്വർഗാവകാശികൾ? അവർ വിജയികളാണ്, അവരാണ് വിജയിക്കുന്നവർ എന്ന് ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഏതാണ് ചോയ്സ് എടുക്കുക എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നാളേക്ക് വേണ്ടി എന്തൊരുക്കങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ചു പോയ പോരായ്മകളെ തിരുത്താൻ എന്ത് പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും നല്ല നന്മയുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്താൽ അള്ളാഹുവിന്റെ സഹായവും തൗഫീഖും നമുക്കുണ്ടാകും. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. രണ്ട് തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വഞ്ചനയുടെ രൂപത്തിൽ കടന്നുവരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പുതുവർഷ പുലരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ മനുഷ്യനാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഓർമ്മപ്പെടുത്തിയത്. ഇപ്പൊ ദുനിയാവിന്റെ വഞ്ചനയിൽ പെടാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യാം? ഫൈദാ ഫറഗത ഫൻസബ്, ഖുർആൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ വെറുതെ ഇരിക്കണ്ട എന്നുള്ളതാണ്. ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു വർക്കിലേക്ക് എൻഗേജ്ഡ് ആകാനാണ്. ഒരു നന്മ തീർന്നാൽ അടുത്ത നന്മയിലേക്ക് അങ്ങനെ എൻഗേജ് ചെയ്ത് പോകാനാണ് പറയുന്നത്. സമയം കൃത്യാക്കുമ്പോൾ അങ്ങനെയൊക്കെ കഴിയും. ആരോഗ്യം ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്കതൊക്കെ കഴിയുമെന്നാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേക്ക് നീങ്ങുക. രണ്ടാമത്തെ എന്താ ചെയ്യേണ്ടത്? ഇഖ്ലാസും ഈമാനിന്റെ കരുത്തുമുള്ള ആളുകളായി നമ്മൾ മാറാന്നുള്ളതാണ്. അങ്ങനെ മാറിയാലുള്ള ഒരു ഗുണം എന്താണ്? ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അത്തരക്കാരെ പിശാചിന് വഴിപിഴപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നല്ല ഈമാനും നല്ല ഇഖ്ലാസോട് കൂടി ജീവിക്കുന്ന ഒരാളെയും പിശാചിന് സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിശാച് തന്നെ തോറ്റ് കീഴടങ്ങിപ്പോയ, അങ്ങനെ തന്നെ സ്വയം എന്റെ പോരായ്മകൾ എന്ന നിലക്ക് പിശാചിന്റെ അവസ്ഥകൾ അള്ളാഹിനോട് പറയുന്ന ഒരു രംഗം അതാണ്. അതിൽ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇബ്ലീസ് അള്ളാഹിനോട് പറയാണ്, ഖാല ബിഇസ്സതിക, പടച്ചോനെ നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, ലഉഗ്വിയന്നഹും അജ്മഈൻ, ഞാൻ സകല മനുഷ്യന്മാരെ എന്ത് ചെയ്യും?
പഴപ്പിക്കെന്നെ ചെയ്യും. വഴി പിഴപ്പിക്കാനുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തും. ഇല്ലാ ഇബാദക്കൽ മുഖ്ലസീൻ, എന്നാൽ നല്ല ഇഖ്ലാസുള്ള നിന്റെ അടിമകളെ എനിക്കതിന് കഴിയില്ല. അവരൊഴികെയുള്ളവരെ ഞാൻ വഴി പിഴപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മൾ വഴി തെറ്റാതിരിക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും അള്ളാഹിനെ കുറിച്ച് ഓർക്കുക, അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഭയവും അള്ളാഹിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയൊക്കെ നമ്മളടുത്ത് ഉണ്ടാവുക. തെറ്റുകളിലേക്കും തിന്മകളിലേക്കും ഇഖ്ലാസും ഈമാനും നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ ഒരു പൊരുളെന്ന് പറയുന്നത്. ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ദോഷം എന്തായിരുന്നു? ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞാൽ കിബറായിരുന്നു എന്നുള്ളതാണ്. കിബർ കാണിച്ചു എന്നുള്ളതാണ്. അള്ളാഹ് പറഞ്ഞതിനൊക്കെ ധിക്കരിച്ചു. ഒരു തരത്തിലുള്ള അഹങ്കാരമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ എന്ന് പറഞ്ഞു. കിബറിന്റെ ഒരു ചെറിയൊരു അണു ഒരു കടുകുമണിയോളം ഒരു അണുമണി തൂക്കം ഒരാളുടെ നഫ്സിലുണ്ടോ, ഖൽബിലുണ്ടോ, ലാ യദ്ഖുലുൽ ജന്ന എന്നാണ്, അയാൾക്ക് സ്വർഗമില്ല എന്നാണ്. അതുകൊണ്ട് കിബിർ അത്രമാത്രം വെറുക്കപ്പെട്ട സംഗതിയാകാൻ കാരണം ഇബ്ലീസിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമായിരുന്നു എന്ത്? കിബിർ എന്ന് പറയുന്നത്, അള്ളാഹിനോടുള്ള ധിക്കാരം കാണിച്ചു എന്നുള്ളത്. അള്ളാഹിനെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു പറഞ്ഞ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇബ്ലീസ് അതാണ് ചെയ്തത്. അള്ളാഹ് പറഞ്ഞ ഒരു കാര്യം അനുസരിച്ചില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പോകുമെന്നുള്ള ആളുകളെ മുഴുവൻ വഴിപിഴപ്പിക്കാനുള്ള മാർഗവും ചതിയും വഞ്ചനയും ഇബ്ലീസ് നടത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ വഞ്ചനയിൽ പെടാതിരിക്കാൻ സമയവും ആരോഗ്യവും ക്രമീകരിച്ച് നമ്മളിങ്ങനെ എൻഗേജ് ആകുക എന്നുള്ളതാണ്, നന്മയിൽ നമ്മൾ മുഴുകുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈമാനും ഇഖ്ലാസോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക, നന്നായി പ്രവർത്തിക്കുക, നന്നായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോകാൻ പറ്റും. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകും നദീർ. നാളെ പരലോകത്ത് മരിച്ചു ചെന്ന് നമ്മുടെ വിചാരണക്കെടുക്കുമ്പോൾ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത്യാവശ്യം ആലോചിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു കാലം, ഒരു സമയം, ഒരു ആയുസ് നിങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നില്ലേ എന്നാണ്. കുറച്ചൊക്കെ ആയുസ്, ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ മാത്രമുള്ള ഒരു ആയുസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? രണ്ടാമത് ചോദിക്കുന്നത് ജാഅക്കും നദീർ, ഇതൊന്നും പറഞ്ഞുതരാൻ, ഇതൊന്നും മനസ്സിലാക്കി തരാൻ ഒരു നദീർ, ഒരു താക്കീതുകാരൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കാണ്. ഈ രണ്ട് കാര്യത്തിന് നമുക്ക് എന്താ മറുപടി പറയാൻ പറ്റുക? അത്യാവശ്യമൊക്കെ ആയുസ് കിട്ടിയില്ലേ? ഇവിടെ നന്മയും തിന്മയും ഏതാന്ന് മനസ്സിലാക്കാൻ നോക്കൂ. ഖുർആൻ, റസൂലുള്ളാഹിന്റെ മുന്നറിയിപ്പുകൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ ഇനി ബുദ്ധിമുട്ടുള്ളത്? അതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹു നമ്മോട് ചോദിക്കുന്നതാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമ്മൾ നല്ലൊരു തീരുമാനം എടുക്കുക. ഈ പുതുവർഷം ഒരു പുതുമനുഷ്യരാകുന്ന രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. ആഘോഷങ്ങൾ എന്ന് പറയുന്നതിനപ്പുറത്ത് പുതിയ നല്ല നല്ല ആലോചനകളാണ് നമുക്കുണ്ടാകേണ്ടത്. ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക, നന്നായി പ്രവർത്തിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലമാക്കി തരുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മഹത്തായ ഫളൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ മഹല്ലിലെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഇണകൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഉലമാക്കൾ, നമുക്ക് വെളിച്ചം നൽകി മുന്നേ കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, താങ്ങും തണലുമായവർ, അള്ളാഹുവേ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഒരു സഹോദരൻ ഇഖ്റ ഹോസ്പിറ്റലിൽ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ ആണുള്ളത്. നമ്മുടെ വെള്ളൂമ്പുറത്തുള്ള നമ്മുടെ ഒരു സഹോദരനാണ്. ദീനീ രംഗത്തൊക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്ന വളരെ സാധുവായ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് അസുഖം പിടിപെട്ട് ചികിത്സയിലാണ്. കുറച്ച് ദിവസങ്ങളായി ആശുപത്രിയിൽ. അവരുടെ കുടുംബം പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ആ സഹോദരന്റെ ശിഫക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ പ്രത്യേകമായ അസുഖങ്ങളുമൊക്കെയായി, ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെയായി വീട്ടിലും ആശുപത്രികളിലുമൊക്കെ ചികിത്സയിലുണ്ട്. എല്ലാവരുടെ രോഗശമനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
തആല അവരുടെയൊക്കെ രോഗങ്ങളെ പരിപൂർണ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആരോഗ്യം തിരിച്ചു നൽകി ദീനീ രംഗത്ത് സജീവമാകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും മാരകമായ വൈറസുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും കണിശമായ വിചാരണകളിൽ നിന്നും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നും റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. നിന്റെ മനോഹരമായ സ്വർഗപൂങ്കാവനത്തിൽ ഞങ്ങളെയൊക്കെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവർക്ക് നീ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി പ്രയാസപ്പെടുന്നവർ, ശാരീരികമായി അസ്വസ്ഥത അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ സാമ്പത്തികമായി വിഷമിക്കുന്നവർ, ധാരാളം ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരൊക്കെയുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണ റഹ്മാനെ. പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ യാത്രകളിലും ഒക്കെ നീ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തെ നീ നന്നാക്കി തീർക്കുകയും ജീവിതാവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ വ അജ്ർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.